ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂട്ടാ, സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കുമ്പളങ്ങ മിഠായി ആട്ടോ. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഏകദേശം 1.25 കിലോ വരുന്ന കുമ്പളങ്ങയാണ് ഞാൻ ഇവിടെ ഇപ്പം ക്ലീൻ ചെയ്ത് നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി ചുരണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. അത് എന്നിട്ട് ആ വെള്ളം കൊണ്ട് തന്നെ അത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ വേവിക്കുന്നതിൽ കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില ആളുകൾ പാനിൽ നെയ്യ് ഒഴിച്ച് അതിലോട്ടാണ് കുമ്പളങ്ങ ഇടുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെയാട്ടോ ചെയ്യാറ്. ആ കുമ്പളങ്ങയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു നല്ല രീതിക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം ഇത് വേവാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇത് വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. നല്ല ഒരു ഹാഫ് കുക്കായതിനു ശേഷം ഞാൻ അതിലോട്ട് ഒരു ഗ്ലാസ് നിറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു. നന്നായി അതൊന്ന് മിക്സ് ആയതിനു ശേഷം മധുരം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ആവശ്യാനുസരണം പിന്നെയും ചേർക്കാം കേട്ടോ. ഒരു നുള്ള് ഉപ്പ് കൂടെ ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ വെന്ത് വരുന്ന ആ ഒരു സമയം ഞാൻ കുറച്ച് ഫുഡ് കളറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ വേണം എന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. അത് വലിയ ദോഷമൊന്നുമില്ല, നല്ലതാണ്. നല്ലതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഫുഡ് കളറാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കളർ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കളറല്ല, ശരിക്കും ഒരു റെഡ് കളർ ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഏകദേശം നന്നായി ഇവിടെ ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചട്ടി വെച്ചൊന്നിങ്ങനെ കുലുക്കി ഒന്ന് നോക്കിയതാണ്. അപ്പോൾ അതൊന്നിങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഈ 1.25 കിലോ കുമ്പളങ്ങ ഞാൻ കുമ്പളങ്ങ മിഠായി ആക്കിയിട്ട് എനിക്ക് അതിൽ നിന്ന് ആകെ കിട്ടിയത്, തൂക്കം നോക്കുമ്പോൾ എനിക്ക് ആകെ കിട്ടിയത് 340 ഗ്രാം കുമ്പളങ്ങ മിഠായിയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ അത്ര നേരം നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മധുരമെല്ലാം പാകത്തിനാണ്. ഇതിൽ ഉപ്പ് ചേർക്കുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കുറച്ച് ഒരു പിഞ്ച് ഉപ്പ് ചേർക്കാറുണ്ട്. അടുത്തതായി ഞാനൊരു പാന് വെച്ച് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലേക്ക് കാഷ്യും കുറച്ച് കിസ്മിസുമാണ് വറുത്ത് കോരി വെക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ആയി. കാഷ്യൂ കുറച്ച് കളർ ആവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിസ്മിസ് കുറച്ച് കളർ ചേഞ്ച് ആവുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിനൊന്ന് അങ്ങോട്ട് നീക്കി വെച്ചതാണ്. എന്നിട്ട് അതിലേക്ക് ഞാനിത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഇതിലേക്ക് നന്നായി ആഡ് ചെയ്ത് ആ നെയ്യോടെ തന്നെ അങ്ങോട്ട് ആഡ് ചെയ്ത് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. ആ നെയ്യൊക്കെ ആയപ്പോൾ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ കുമ്പളങ്ങ മിഠായി എല്ലാവരും കഴിക്കും. തമിഴ്നാട് പോയി പറഞ്ഞാൽ അവിടെ ഏതൊരു ഫംഗ്ഷനും, കല്യാണം അടങ്ങുന്ന ഏതൊരു ഫംഗ്ഷനിൽ പോയാലും ഈ ഒരു ഐറ്റം ഇല്ലാത്തൊരു ഫംഗ്ഷൻ ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു മെയിൻ ഐറ്റമാണിത്. അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്തത് കേട്ടോ. ഇപ്പം നല്ല മണമുണ്ട്. ഇത് ചട്ടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന പരുവമാവുമ്പോഴാട്ടോ ഇത് സെറ്റായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ഏകദേശം എൻ്റെ അതുപോലെ ആയി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഐറ്റം. ഇപ്പോൾ ആൾ ഇങ്ങനെയായി കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. സിമ്പിൾ ആൻഡ് ടേസ്റ്റി കുമ്പളങ്ങ മിഠായി. മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇനി ഇത് കുറച്ചൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ ആവണം കേട്ടോ. ഈ ഒരു പരുവമാകുമ്പോഴാണ് നമ്മുടെ കുമ്പളങ്ങ മിഠായി ഇവിടെ സെറ്റാവുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.